ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു എ ന്യൂ സെക്ഷൻ. ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MEG 14 ബ്ലോക്ക് 3 യൂണിറ്റ് 4 ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള യൂണിറ്റ്സുകൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കാണുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ലിങ്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ അസൈൻമെൻറ്റ്സോ അഥവാ ക്വസ്റ്റ്യൻ ആൻസേഴ്സോ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. Okay, so we move on to the section Block 3, Unit 4. First question. Discuss the two modes of characterization, telling and showing. Which one does the narrator prefer? രണ്ട് തരത്തിലുള്ള ക്യാരക്ടറൈസേഷനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ടെല്ലിംഗ് ആൻഡ് ഷോയിങ്, പറയുന്നതും അതുപോലെ കാണിക്കുന്നതും. ഇവിടെ നരേറ്റർ ഈ നോവലിൽ എന്താണ് പ്രിഫർ ചെയ്യുന്നത്, ഏത് ക്യാരക്ടറൈസേഷനാണ് പ്രിഫർ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. The two modes of characterization, telling and showing, are essential techniques used by writers to bring their characters to life. Telling involves the narrator directly informing the reader about a character's traits, background, or motivations, while showing involves presenting the character's action, dialogue, and expressions, allowing the reader to infer their characteristics. In Tamas, the narrator prefers the mode of showing, where characters are presented through their actions, dialogue, and expressions. This approach allows the reader to form their own opinions and interpretations about the characters rather than being told what to think. The narrator's preference for showing is evident in the way characters are introduced and developed throughout the novel. For example, when Shah Nawaz is first introduced, he is described as a trusted friend among friends, and it is only through his subsequent actions that the reader gets to know more about his character. രണ്ട് തരത്തിലുള്ള ക്യാരക്ടറൈസേഷനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. ടെല്ലിംഗ് ആൻഡ് ഷോയിങ്, ഈ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ഈ രണ്ട് രീതിയാണെങ്കിലും റീഡർക്ക് മനസ്സിലാകാനായിട്ടാണ് എന്താണ് നരേറ്റർ ഉദ്ദേശിക്കുന്നത് എന്നത്. ടെല്ലിംഗ് അല്ലെങ്കിൽ ആ പറയുന്ന രീതി, അത് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അത് ഇൻവോൾവ്സ് ഡയറക്റ്റ്ലി റീഡറോട് നമ്മൾ ഇൻഫോം ചെയ്യാണ് അബൌട്ട് ക്യാരക്ടറിൻ്റെ ട്രേറ്റ്സ്, ബാക്ക്ഗ്രൗണ്ട് ഓർ മോട്ടിവേഷൻസ്. അതേസമയം ഷോയിങ് എന്തൊക്കെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്? ക്യാരക്ടേഴ്സിൻ്റെ ആക്ഷൻ, ഡയലോഗ് ആൻഡ് എക്സ്പ്രഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് രീതിയാണെങ്കിലും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ ഈ താമാസ് എന്ന ഈ നോവലിൽ നരേറ്റർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു രീതി ഷോയിങ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ക്ലിയർ ആണ്. അപ്പോൾ ഈ ഒരു താമാസ് എങ്ങനെയുള്ള ക്യാരക്ടേഴ്സാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്? ആക്ഷൻസ്, ഡയലോഗ് ആൻഡ് എക്സ്പ്രഷൻസ്. താമാസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ? ഈ ഷോയിങ് ആണ് ഈ ക്യാരക്ടറൈസേഷനായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ റീഡർക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ റീഡർക്ക് ഒരു ചോയ്സ് ഉണ്ട്. നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു ചോയ്സ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആ ഒരു താമാസ് എന്ന നോവൽ വായിക്കാം. വായിച്ചിട്ട് റീഡർ ഇറ്റ്സ് അപ് ടു ദ റീഡർ എങ്ങനെയാണ് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത് എങ്കിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ നോവൽ കൊണ്ടുപോകുന്നത് തന്നെ ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെ റീഡേഴ്സിൻ്റെ കയ്യിലാണെന്നാണ് നരേറ്റർ പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഷാ നവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി. ഈ വ്യക്തിയെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: എ ട്രസ്റ്റഡ് ഫ്രണ്ട് എമംഗ് ഫ്രണ്ട്സ്. അത്രേ ഉള്ളൂ. അതിനുശേഷം പിന്നെ റീഡേഴ്സാണ് ഈ ഒരു താമസ് എന്ന നോവൽ വായിച്ച് ക്യാരക്ടറിൽ മാറ്റങ്ങൾ വരുന്നതനുസരിച്ച് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. ഓക്കെ, the narrator's use of showing allows for a more nuanced and subtle characterization, where characters are revealed through their interactions with others and their surroundings. This approach also enables the reader to engage more actively with the story, as they piece together the characters' traits and motivations through their actions and dialogue. In contrast, telling would have resulted in a more direct and explicit characterization, which might have detracted from the novel's complexity and depth. Furthermore, the narrator's preference for showing is also reflective of the novel's themes and tone.
By presenting characters through their actions and dialogue, the narrator highlights the complexity and ambiguity of human nature, where individuals can exhibit both positive and negative traits. This approach also underscores the novel's exploration of communalism and violence, where characters' actions and words reveal their underlying biases and prejudices. ഇവിടെ റീഡർക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ടാസ്ക് ഉള്ളത്. കാരണം നമ്മളത് മനസ്സിലാക്കിയെടുത്ത് അത് ഡെപ്തിൽ ഡീപ്പ് ഡൗൺ ഡെപ്തിൽ വേണം നമ്മൾ ഈ ഒരു ക്യാരക്ടേഴ്സിനൊക്കെ വായിച്ചെടുക്കാനായിട്ട്, ഈ ഒരു സ്റ്റോറി മനസ്സിലാക്കി ആ സ്റ്റോറിയുടെ ആ ക്യാരക്ടേഴ്സിനെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് വേണം ഈ സ്റ്റോറി മനസ്സിലാക്കി എടുക്കാനായിട്ട്. അതാണ് ഇവിടെ മെയിനായിട്ട് ഈ ഷോയിങ് എന്നതിൽ കൂടെ തന്നെ ഉദ്ദേശിക്കുന്നത്. ക്യാരക്ടേഴ്സ് അവർ റിവീൽ ചെയ്യുന്നതാണ് അവരുടെ ഇൻറ്ററാക്ഷൻസിൽ വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായിട്ട് എങ്ങനെയാണ് ഇൻറ്ററാക്ട് ചെയ്യുന്നത്, ആ ഒരു എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ പിന്നീട് നമ്മൾ വായിച്ചെടുത്ത് നമ്മളുടെ പേഴ്സണൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നമ്മളത് മനസ്സിലാക്കിയെടുക്കണം. ഇവിടെ ക്യാരക്ടറിന് ബോത്ത് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ വയലൻസ് ഇവിടെ കാണുന്നുണ്ട്, ബ്ലഡ് ഷെഡ് കാണുന്നുണ്ട്, അതുപോലെ തന്നെ അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ലൈഫുമായി എന്താ പറയുക മനസ്സിലാക്കിയെടുക്കണം. പിന്നെ അന്ന് നടന്നിരുന്ന ആ കാലഘട്ടം അത് മനസ്സിലാക്കണം. ആ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ വേണം ഈ ഒരു സ്റ്റോറി വായിക്കാനും ഇത് അനലൈസ് ചെയ്യാനായിട്ടും. The narrator's use of showing also places a great responsibility on the reader, who must be attentive and engaged to fully understand the characters and their motivations. This approach requires the reader to read between the lines, inferring characters' traits and motivations from their actions and dialogue. While this approach can be more demanding for the reader, it also allows for a more rewarding and immersive reading experience. In conclusion, the narrator's preference for showing over telling is deliberate choice that adds depth and complexity to the novel's characterization. By presenting characters through their actions, dialogue, and expressions, the narrator enables the reader to engage more actively with the story and to form their own opinions and interpretations about the characters. This approach also underscores the novel's themes and tone, highlighting the complexity and ambiguity of human nature and the need for nuance and subtle characterization. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ റീഡർക്കാണ് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഇവിടെ തന്നിരിക്കുന്നത്. റീഡ് ദ ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറഞ്ഞാൽ അത്രയും ഡീപ്പിലായിട്ട് അത്രയും ഡെപ്തിൽ വേണം നമ്മളിത് വായിച്ച് മനസ്സിലാക്കാനായിട്ട്. അതുപോലെ തന്നെ ഓരോ ക്യാരക്ടറിൻ്റെ മോട്ടിവേഷൻസ്, അതുപോലെ ആക്ഷൻസ്, ഡയലോഗ്, ഇതെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഒരു റീഡിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു റീഡിങ് എക്സ്പീരിയൻസ് ആണ് ഓരോ ഇൻഡിവിജ്വൽസിനും ലഭിക്കുന്നത്. അപ്പോൾ ഇൻ കൺക്ലൂഷൻ നമുക്ക് എന്താണ് മനസ്സിലായിരിക്കുന്നത്? ഷോയിങ് എന്ന ക്യാരക്ടറൈസേഷനാണ് ഇവിടെ നരേറ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ റീഡറിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. എന്താണ് ഈ ഷോയിങ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ആക്ഷൻസ്, ഡയലോഗ് ആൻഡ് എക്സ്പ്രഷൻസ് ഒരു ക്യാരക്ടർ ഷോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഈ ഒരു രീതി ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡർക്ക് കൂടുതലായിട്ടും മനസ്സിലാകാനായിട്ടും പിന്നെ റീഡർക്ക് നമ്മൾ സ്വന്തം ഇൻ്റർപ്രിറ്റേഷൻസ് ഉപയോഗിക്കാനും നമ്മൾ തന്നെയാണ് ഈ നോവൽ ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടത് എന്നാണ് ആ നരേറ്ററുടെ ഒരു ചിന്താഗതി. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതി ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. സോ വി മൂവ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. Do any of the characters surprise you at any stage in the novel? Who are they? ഏതെങ്കിലും ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് നിങ്ങളെ സർപ്രൈസ് ചെയ്തിട്ടുണ്ടോ ഈ നോവലിൽ? ആരൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. യെസ്, several characters in the novel Tamas surprise the reader at various stages of the story. One such character is Shahnawaz, a Muslim League sympathizer who is involved in the riots. Initially, he appears to be a more dimensional character driven solely by his communal ideology. However, as the story progresses, his character is revealed to be more complex. He is shown to be a friend of Raghunath's and help him in a time of need, retrieving his wife's jewelry from their old house. This act of kindness and friendship towards a Hindu character surprises the reader as it humanizes Shahnawaz and
adds depth to his character. Another character who surprises the reader is Rajo, the wife of Ishan Ali and mother of Ramzan. She is initially presented as a stereotypical Muslim woman, but her actions reveal a more nuanced character. When Harnam Singh and his wife seek shelter in her house, she shows compassion and kindness towards them, despite her son's fanaticism. This act of humanity surprises the reader as it highlights the complexity of human relationships and the capacity for kindness and empathy that exists even in the midst of communal violence. ഒരു ക്യാരക്ടർ അല്ല, ഒത്തിരി ക്യാരക്ടർ തമാസിൽ നമുക്കിവിടെ സർപ്രൈസിങ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ ഒരു എടുത്തു പറയാനുള്ള ഒരു ക്യാരക്ടറാണ് ഷാനവാസ്. അദ്ദേഹം ഒരു മുസ്ലിം ലീഗ് സിമ്പതൈസറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇദ്ദേഹത്തിനെ കാണിക്കുന്നത് വളരെ വയലൻസും ആ ഒരു മോഡലാണ് കാണിക്കുന്നത്. ഓക്കെ, കുറച്ചും കൂടി മുസ്ലിം ലീഗിന് ഒരു ലീഡറായിട്ട് ആ ഒരു പാർട്ടീഷൻ്റെ സമയത്ത് കുറച്ചും കൂടി വയലൻ്റ് ആയിട്ടുള്ളൊരു വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇദ്ദേഹത്തെ കാണിക്കുന്നത്. പക്ഷേ സ്റ്റോറി പ്രോഗ്രസ് ചെയ്യും തോറും ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ മാറ്റം വരുന്നുണ്ട്. ഇദ്ദേഹം രഘുനാഥ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഫ്രണ്ടായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രഘുനാഥിനെ സഹായിക്കുന്നതും അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ കുറച്ച് ആഭരണങ്ങൾ പഴയ വീട്ടിൽ വെച്ചിട്ട് അവിടെ നിന്ന് കണ്ടുപിടിക്കാനൊക്കെ സഹായിക്കുന്നത് ഷാനവാസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. അന്നത്തെ പാർട്ടീഷൻ്റെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു മുസ്ലിം ഇവരൊക്കെ എന്താ പറയുക, ഒട്ടും തന്നെ ഫ്രണ്ട്ലി ക്യാരക്ടേഴ്സ് അല്ലായിരുന്നു. പക്ഷേ ഷാനവാസും രഘുനാഥ് എന്ന് പറയുന്ന വ്യക്തിയും ഹിന്ദു ആൻഡ് മുസ്ലിമാണ്, പക്ഷേ ഇവർ ഫ്രണ്ട്സാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു നല്ല മൈൻഡാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു കൈൻഡ്നെസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പോലും ഇദ്ദേഹം മൈൻഡിൽ ഒരു എന്താ പറയുക ഒന്നും തന്നെ വെക്കാതെ ഒരു മുസ്ലിം ആയിട്ട് പോലും ഹിന്ദു എന്ന ഈ ഒരു രഘുനാഥ് എന്ന വ്യക്തിയെ ഇദ്ദേഹം സഹായിക്കുന്നത് ഒരു വലിയ ഒരു കാര്യമായിട്ടാണ് നമുക്ക് ഈ ഒരു നോവലിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ക്യാരക്ടർ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും, രാജോ. ഓക്കെ, അദ്ദേഹം ഇതുപോലെ തന്നെ ഒരു സർപ്രൈസിങ് ക്യാരക്ടറാണ്. രാജു എന്ന് പറയുന്നത് എഷാൻ അലി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വൈഫാണ്. അവരുടെ മകനാണ് റംസാൻ. ഓക്കെ, അപ്പോൾ ഈ റംസാൻ എന്ന് പറയുന്ന മകൻ വളരെ മതഭ്രാന്തായിട്ട് നടക്കുക എന്നൊക്കെ പറയും, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇവിടെയും കാണിക്കുന്നത് രാജോനെ കാണിക്കുന്നത് ഒരു മുസ്ലിം വുമണാണ്. അപ്പോൾ ആ പാർട്ടീഷൻ്റെ സമയത്തൊക്കെ മുസ്ലിം വുമണായിട്ട് വളരെ ഒരു സ്ട്രോങ് വുമൺ, വയലൻസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതിയൊക്കെയാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുക. കുറച്ചും കൂടി എന്താ പറയുക, ഒരു ദേഷ്യമുള്ള ക്യാരക്ടറൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഹർനാം സിംഗും അദ്ദേഹത്തിൻ്റെ വൈഫും ഒരു ഷെൽട്ടർ അന്വേഷിച്ച് വന്നപ്പോൾ രാജു എന്ന് പറയുന്ന ഈ ഒരു റംസാൻ്റെ അമ്മയാണ് സഹായിക്കുന്നത്. അവിടെ കമ്പാഷനും കൈൻഡ്നെസ്സൊക്കെ കാണിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് രാജുവിനെ ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. മകനായിട്ടുള്ള റംസാൻ അത്രയും എന്താ പറയുക മതഭ്രാന്തായിട്ട് നടക്കുന്ന ഈ ഒരു മകനെ എതിർത്തിട്ടാണ് രാജു അദ്ദേഹത്തിൻ്റെ അവളുടെ ഒരു ഹ്യൂമാനിറ്റി ഒക്കെ ഇവിടെ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കാം. Murad Ali, the person responsible for throwing the pig's carcass at the entrance of the mosque, also surprises the reader with his actions. After being involved in the riots, he is seen shouting slogans for peace in the peace bus, but which seems like a contradictory action. This surprises reveals the complexity of Murad Ali's character and the ambiguity of his motivations. മുരാദ് അലിനെ കുറിച്ച് നമുക്ക് ആദ്യം പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറും സർപ്രൈസിങ് ആണ്. അദ്ദേഹം എന്താ പറയുന്നത്, പിഗ് എന്ന് പറഞ്ഞാൽ പന്നി. അപ്പോൾ പന്നീനെ ഈ മോസ്കിലോട്ട് വലിച്ചെറിയുന്ന ഒരു കാര്യമൊക്കെയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അതത്രയും നല്ല കാര്യമാണോ? അല്ലല്ലോ. അതൊക്കെ വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് നമുക്കറിയാം അതങ്ങനെയാണെന്നുള്ളത്. മോസ്കിലേക്കൊക്കെ പിഗിനൊക്കെ വലിച്ചെറിയുക എന്ന് പറയുന്നത് അന്നത്തെ പ്രത്യേകിച്ച് അന്നും എന്നായാലും അത്രയ്ക്കും ഒട്ടും തന്നെ നല്ല കാര്യമല്ല. പക്ഷേ എങ്കിൽ അന്നത്തെ കാലത്ത് വയലൻസൊക്കെ ആയി നിൽക്കുന്ന ആ സാഹചര്യത്തിൽ അത് കുറച്ചും കൂടി വിപ്ലവം സൃഷ്ടിക്കാനായിട്ടൊരു കാരണമാകും അല്ലേ. അപ്പോൾ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശവും. പക്ഷേ എങ്കിൽ പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ മുരാദ് അലി തന്നെ
പീസിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരു സ്ലോഗണൊക്കെ വിളിച്ച് പറയുന്ന ഒരു സാഹചര്യങ്ങളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ പിന്നെ നമുക്ക് ഒരു എന്താ പറയുക, പീസ് പ്രൊമോട്ടറായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. The character of Richard, the deputy commissioner, also surprises the reader with his callousness and lack of concern for the well-being of the people. His handling of the delegation led by Bakichi is a perfect illustration of the British policy of divide and rule in actual operation. His refusal to take steps to prevent the rioting despite knowing the consequences is surprising and highlights the British colonial mindset. മറ്റൊരു ക്യാരക്ടർ ആണ് ദ ഡെപ്യൂട്ടി കമ്മീഷണറായ റിച്ചാർഡ്. അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നതും വളരെ സർപ്രൈസിങ് ആണ്. അദ്ദേഹം വളരെ എന്താ പറയുക, കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ കഴിവുള്ള ഒരു വ്യക്തിത്വമാണ്. പക്ഷെ അദ്ദേഹം ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ പീസ് അല്ല പ്രൊമോട്ട് ചെയ്യുന്നത്, മറിച്ച് വയലൻസ് ആണ്. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും മുൻകൈ എടുത്ത് അദ്ദേഹം പീസ് പ്രൊമോട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നില്ല. മറിച്ച് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനാണ് ഇദ്ദേഹം ഇവിടെ നടപ്പിലാക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ മൈൻഡ് സെറ്റാണ് ശരിക്കും ഇദ്ദേഹം ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് അത്രയും സർപ്രൈസിങ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. The character of Lisa, Richard's wife, is another surprise. Despite being a part of the colonial elite, she shows a sensitive and compassionate side, criticizing her husband's actions and highlighting the British designs to exploit the religious differences between Hindus and Muslims. Her character serves as a foil to Richard's, highlighting the complexities of human relationships and the capacity for empathy and kindness. These surprises and depth and complexity to the characters and the narrative, highlighting the nuances of human nature and the complexity of communal relationships. The surprises also underscore the novel's themes of communalism, violence, and humanity, and serve as a reminder of the complexity and ambiguity of human relationships. മറ്റൊരു സർപ്രൈസിങ് ക്യാരക്ടറാണ് ലിസ, റിച്ചാർഡ്സിൻ്റെ വൈഫാണ്. ഈ റിച്ചാർഡിനെ ഇവിടെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ റിച്ചാർഡിനെ ഓപ്പോസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ലിസയുടേത്. ലിസ പറയുന്നത് റിച്ചാർഡ് ചെയ്യുന്നത് ഒട്ടും ശരിയല്ല, അദ്ദേഹം റിച്ചാർഡ് ചെയ്യുന്നത് കൊളോണിയൽ മൈൻഡ് സെറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ ഓപ്പോസ് ചെയ്ത് ഇവിടെ കൈൻഡ്നെസ് ഷോ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ലിസയുടേത്. ഓക്കെ, പിന്നെ ആ മുസ്ലിംസിനെയും ഹിന്ദുസിനെയും ആ പാർട്ടീഷനെയും ഒക്കെ അവൾ എതിർത്താണ് സംസാരിക്കുന്നത്. എങ്ങനെ അതൊന്നും ചെയ്യരുത് എന്നുള്ള ഒരു പീസ് പ്രൊമോഷനാണ് ഇവിടെ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാരക്ടറിൽ കൂടെ നമുക്ക് ഒരു തീംസ് ഇവിടെ കിട്ടുന്നുണ്ട്. കമ്മ്യൂണലിസം, വയലൻസ് ആൻഡ് ഹ്യൂമാനിറ്റി, ആൻഡ് സെർവ് ആസ് എ റിമൈൻഡർ ഓഫ് ദ കോംപ്ലക്സിറ്റി ആൻഡ് ആംബിഗ്യൂറ്റി ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ്. ഓക്കെ, ഹ്യൂമൻ റിലേഷൻഷിപ്സിനെ കുറിച്ച് എടുത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളാണിത്. എന്തൊക്കെ തീമുകളാണ് നമുക്ക് ഈ ഒരു നോവലിൽ കൂടെ ഓതർ അല്ലെങ്കിൽ നരേറ്റർ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഓക്കെ, third question, give at least 2 examples to show how characters behave in extreme circumstances. ഇങ്ങനെ ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മറികടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അത്രയും മോശപ്പെട്ട ആ സാഹചര്യങ്ങളിൽ എക്സ്ട്രീം എന്ന് പറയും, എക്സ്ട്രീം സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ക്യാരക്ടേഴ്സ് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നതിന് 2 എക്സാമ്പിൾ സഹിതം വ്യക്തമാക്കാനാണ് പറയുന്നത്. The novel Tamas by Bisham Shani presents several examples of how characters behave in extreme circumstances, revealing their true nature and complexities. 2 examples that illustrate this are the behavior of Rajo and Ramzan and the behavior of the Sikh women in the Gadwara. Rajo, the wife of Ishan Ali and the mother of Ramzan, is a character who behaves in a surprising way in extreme circumstances. When Harnam Singh and his wife seek shelter in her house, she shows compassion and kindness towards them, despite her son's fanaticism. Ramzan, on the one hand, is determined to kill Harnam Singh, and his behavior is driven by his communal ideology. However, when he is about to strike Harnam Singh with his pickaxe, he hesitates and cannot bring himself to do it.
This hesitation reveals a glimmer of humanity in Ramzan's character and highlights the complexity of human relationships. Rajo's behavior, on the other hand, shows that even in the mindset of communal violence, there are individuals who are capable of kindness and compassion towards others. ഭീഷം ഷാനി എഴുതിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു നോവലാണ് താമാസ്. അപ്പോൾ ഇതിൽ കുറച്ച് ക്യാരക്ടേഴ്സിനെ നമുക്കിവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വളരെ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ എക്സ്ട്രീം ലെവലിൽ കാര്യങ്ങൾ എത്തിച്ചേരുമ്പോൾ എങ്ങനെയാണ് ഓരോ ക്യാരക്ടേഴ്സും മാറുന്നത്, അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സിൽ കുറച്ച് ചേഞ്ചസ് വരുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്യാരക്ടർ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ബിഹേവിയർ ഓഫ് രാജോ ആൻഡ് റംസാൻ, ഇവരുടെ ക്യാരക്ടറാണ്. പിന്നെ ആൻഡ് ദ ബിഹേവിയർ ഓഫ് സിഖ് വിമൻ ഇൻ ദ ഗാഡ്വ, ഇവരെ കുറിച്ച് നമുക്ക് പറയാം. രാജോ എന്ന് പറയുന്നത് ഇഷാൻ അലിയുടെ വൈഫും റംസാൻ്റെ അമ്മയുമാണ്. ഈ ഒരു ക്യാരക്ടർ സർപ്രൈസിങ് ക്യാരക്ടർ തന്നെയാണ്. കാരണം സ്റ്റാർട്ടിങ്ങിലൊക്കെ വളരെ എന്താ പറയുക ഓർത്തഡോക്സി ആയിട്ട് തന്നെയാണ് പെരുമാറുന്നത്. പക്ഷേ ഹർനാം സിംഗും അദ്ദേഹത്തിൻ്റെ വൈഫും ഒരു ഷെൽട്ടർ അന്വേഷിച്ച് വന്നപ്പോൾ ഇവിടെ കമ്പാഷനും അതുപോലെ കൈൻഡ്നെസ്സും ഒക്കെ കാണിച്ച ഒരു വ്യക്തിത്വമാണ് രാജോ. അപ്പോൾ രാജോൻ്റെ ഒരു ക്യാരക്ടർ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ചും അവരുടെ രാജോയുടെ മകനായിട്ടുള്ള റംസാൻ മതഭ്രാന്തായിട്ട് നടക്കുകയാണ്. അപ്പോൾ എന്നിട്ടും റംസാനെ എതിർത്തുകൊണ്ട് ഹർനാം സിംഗിനും വൈഫിനും ഇവിടെ സ്ഥലം കൊടുക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ റംസാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഹർനാം സിംഗിനെ ഒരു പിക്കാക്സ് കൊണ്ട് കൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ഒന്നുകൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ട് ഒരു ഗ്രഡ്ജൊന്നുമില്ല. പക്ഷേ മതം അതൊരു ഭ്രാന്തായിട്ട് നിൽക്കുന്ന ഒരു ടൈമിംഗ് ആണ്, ഒരു പാർട്ടീഷൻ്റെ ഒരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ആ ഒരു വർഗീയതയുണ്ടല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഇവിടെ റംസാൻ അങ്ങനെ ചെയ്യാനായിട്ട് നോക്കുന്നത്. പക്ഷേ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം കൊല്ലുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ക്യാരക്ടർ ചേഞ്ച് അവിടെ വരികയാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഒരു ഹ്യൂമാനിറ്റി ഉണ്ടല്ലോ, ഒരു മനുഷ്യത്വം അവിടെ ഉടലെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കൈൻഡ്നെസ്, കമ്പാഷൻ, ഇതെല്ലാം ഇവിടെ നമുക്ക് എടുത്ത് പറയാനുള്ളത് രാജോയുടെ കാര്യത്തിലാണ്. അതുപോലെ റംസാൻ്റെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. The behavior of the Sikh women in the Gurdwara is another example of how characters behave in extreme circumstances. When the Sikh women are faced with the threat of attack by Muslim murderers, they decide to jump into a well to save their honor. This act is driven by their sense of duty and loyalty to their community and highlights the desperation and fear that they feel in the face of violence. The behavior of Jasbir, who leads the women in their decision to jump into the well, is particularly noteworthy. Her actions are driven by a sense of sacrifice and duty, and she is willing to give up her own life to protect the honor of her community. ഇവിടെ എടുത്തു പറയേണ്ട മറ്റു കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. സിഖ് വിമൺ ആയിട്ടുള്ള ജാസ്ബിർ അവളുടെ സിഖ് വിമൺ ആയിട്ടുള്ള മറ്റുള്ള സ്ത്രീകളോട് പറയുന്നത് ഇങ്ങനെ നമ്മളുടെ കമ്മ്യൂണിറ്റീനെ സേവ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്താ പറയുക, ഇതുപോലെ മുസ്ലിം ആൾക്കാരിൽ നിന്ന് മരിക്കേണ്ട ഒരു ഗതികേട് നമുക്ക് വരാതിരിക്കാനായിട്ട് അവർ കൊല്ലാൻ വരുമ്പോൾ എന്ത് ചെയ്യണം, കിണറ്റിലോട്ട് എടുത്ത് ചാടണം. ഓക്കെ എന്നാണ് പറയുന്നത്. അപ്പോൾ അവൾ മരിക്കാൻ പോലും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അവളുടെ കമ്മ്യൂണിറ്റിയെ അവൾ സേവ് ചെയ്യാനായിട്ടാണ് ഇവിടെ ശ്രമിക്കുന്നത്. അതൊരു മറ്റൊരു സർപ്രൈസിങ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ബാക്കി ഭാഗം കൂടി നോക്കാം. These examples illustrate how characters behave in extreme circumstances, revealing their true nature and complexities. Raju's kindness towards Harnam Singh and his wife, despite the danger posed by her son's fanaticism, highlights the capacity for humanity and compassion that exists even in the midst of communal violence. The behavior of Sikh women in the Gurdwara, on the other hand, highlights the desperation and fear that individuals feel in the face of violence and the extreme measures they make to protect themselves and their community.
ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ 2 എക്സാമ്പിൾസ് ആണ്. ഒന്ന് രാജോയുടെ ആ ഒരു ക്യാരക്ടറും രാജോയുടെ കൈൻഡ്നെസ്സും ഹ്യൂമാനിറ്റിയും ഒക്കെ ആൾക്കറിയാം. മകൻ വളരെയധികം മതഭ്രാന്തായിട്ട് കൊല്ലാൻ നടക്കുകയാണ്, എന്നിട്ട് പോലും റിസ്ക് എടുത്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഫാമിലിയെ, സിഖ് ഫാമിലിയെ ഇവിടെ സേവ് ചെയ്യുന്നത്. മറ്റൊരു ക്യാരക്ടർ നമുക്ക് പറയാനുള്ളതാണ് ജാസ്പീറിനെ കുറിച്ചിട്ട്. ജാസ്പീർ സ്വന്തമായിട്ട് മരിക്കാൻ പോലും തയ്യാറാണ്. പിന്നെ ആ സിഖ് വിമൺ അവരൊക്കെ എന്താ ചെയ്യുന്നത്, അത്രയും പേടിയിൽ പേടി അത്രയും കടന്നിട്ടാണ് പിന്നെ കമ്മ്യൂണിറ്റീനെ സേവ് ചെയ്യാനായിട്ടും എന്താ ചെയ്യുന്നത്, അവർ വെല്ലിലേക്ക് എടുത്ത് ചാടാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. The novel shows that in extreme circumstances, characters are capable of exhibiting both positive and negative traits. While some characters like Rajo show kindness and compassion, others like Ramzan are driven by their communal ideology. The novel highlights the complexity of human relationships and the capacity for both good and evil that exists within individuals. The behavior of characters in extreme circumstances also reveals the societal pressures and norms that shape their actions. The Sikh women's decision to jump into the well is driven by their sense of duty and loyalty to their community and highlights the societal expectations placed on women in times of crisis. Similarly, Ramzan's behavior is driven by his communal ideology, which is shaped by the societal norms and expectations of his community. In conclusion, the novel Tamas presents several examples of how characters behave in extreme circumstances, revealing their true nature and complexities. The behavior of Raja and Ramzan and the behavior of the Sikh women in the Gadwa highlight the capacity for both humanity and cruelty that exists within individuals and underscore the complexity of human relationships. സാഹചര്യങ്ങൾ അനുസരിച്ച് മാറുന്ന മനുഷ്യനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. പോസിറ്റീവ് നെഗറ്റീവുമായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ രാജു എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു നല്ല മനസ്സും അതുപോലെ സിഖ് വിമനെ ഇവിടെ കാണിക്കുന്നത് അത്രയും കറേജിയസ് ആയിട്ട് അവരവരുടെ കമ്മ്യൂണിറ്റിയെ സേവ് ചെയ്യാനായിട്ടുള്ള ആ ഒരു തന്ത്രപ്പാട്. അതുപോലെ തന്നെ മൂന്നാമതായിട്ടുള്ള വ്യക്തിത്വമാണ് റംസാൻ. അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ആ ഒരു വർഗീയതയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് അദ്ദേഹത്തിന് പേഴ്സണലായിട്ടൊരു ഗ്രഡ്ജ് പേഴ്സണാലിറ്റീസിനോട് ഇല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ കമ്മ്യൂണിറ്റിയാണ് ഹോൾഡ് ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തുന്ന കുറച്ച് ക്രൂരമായിട്ടുള്ള പ്രവൃത്തികളെയാണ് ഇവിടെ കാണിക്കുന്നത്. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. സോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.